VP സുഹ്റ എന്ന് പറയുന്ന ഒരു വനിതാ പോരാളി, അവർ ഈ പിന്തുടർച്ചാവകാശത്തിലെ തുല്യതയ്ക്കായി മരണം വരെ പോരാടും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുന്നേറ്റത്തിന് ഇറങ്ങുന്നു, ഒരു പ്രക്ഷോഭ പരിപാടിക്ക് ഇറങ്ങുന്നു. അങ്ങനെ അവർ കുറേ കാലങ്ങളായിട്ട് 10-40 വർഷമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പോരാട്ടമാണ്. അതായത് ഒറ്റ കാര്യമുള്ളൂ, ഇസ്ലാമിൽ സ്ത്രീയുടെ പിന്തുടർച്ചാവകാശം എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു രീതിയിലുള്ളൊരു നിയമമാണ്. എന്നുവെച്ചാൽ സ്ത്രീക്ക് തുല്യാവകാശം കൊടുക്കുന്നില്ല, അവിടെ സ്ത്രീയെ വിവേചനം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയാണ് വിവേചനം എന്നുള്ളത് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ഇവരൊരു വിശ്വാസിനിയാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു മോഡറേറ്റ് മുസ്ലിം എന്നുള്ള രീതിയിൽ ഇവരിപ്പോഴും ചില സമയത്തൊക്കെ ഇവർ TV ചർച്ചയിലും അതുപോലെ മറ്റ് പരിപാടികളൊക്കെ വന്നിരുന്ന്, അത് ഇസ്ലാമിൻ്റെ കുഴപ്പമല്ല, അത് നമ്മളുടെ മുല്ലമാർ നമുക്ക് തരാത്തതിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റ്സൊക്കെ കാണാറുണ്ട്. അത് അവരുടെ ഒരു രീതി. എന്തോ ആവട്ടെ, നമ്മൾ പറയുന്നത് എന്താണ്, മുല്ലമാരൊന്നും സ്വന്തമായിട്ട് പടച്ചുണ്ടാക്കുന്നില്ല. മുല്ലമാർ പറയുന്നത് മുല്ലമാരുടെ മുല്ലപ്പൂല് വിളയുന്ന സാധനം മാത്രമേ അവർ പറയുന്നുള്ളൂ. എന്ന് വെച്ചാൽ അവരുടെ ആ ഒരു കിതാബാണ് അവർ പറഞ്ഞു വെക്കുന്നത്, അതിലെ നിയമമേ അവർ പറയുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അത് വേറൊരു വിഷയമാണ്. ഇവരെ പോലുള്ള ആളുകൾ അത് എടുക്കാറില്ല. എന്നാൽ പോലും നമ്മളിവിടെ പറയുന്നത്, സമൂഹത്തിൽ ഇത്തരം മതത്തിൻ്റെ പ്രശ്നം നേരിടുന്ന ആളുകൾ, ആ മതത്തിനകത്ത് നിന്നുകൊണ്ട് പരിഷ്കരിക്കണം എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ ഒരു അകത്ത് നിന്നുകൊണ്ട് ഒരു പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് നിയമ പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തിയാണ് VP സുഹ്റ. ഇവർക്ക് വേണ്ട പിന്തുണ നമ്മൾ കൊടുക്കണം. ഇതാണ് ഒന്നാമത്തെ ഒരു കാര്യം. ഞാൻ ഒരു എക്സ് മുസ്ലിം എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര ചിന്തകൻ എന്ന നിലയ്ക്കും, ഇത്തരം വിഷയങ്ങൾ ഒരു സെക്യുലറായിട്ട് നമുക്ക് നിയമങ്ങൾ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഇന്ത്യൻ പൗരൻ എന്ന ഒരു നിലയ്ക്കും നമ്മൾ പൂർണ്ണമായ പിന്തുണ ഈ ഒരു വിഷയത്തിൽ അവർക്ക് കൊടുക്കുകയാണ്. അവർ പറയുന്നതിൽ ശരിയും തെറ്റും അതൊക്കെ വേറെ വിഷയം. നിയമം അവർ പറയുന്നതിൽ, അവർ ഉയർത്തുന്ന വിഷയത്തിൽ ശരിയും തെറ്റുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ശരിയുണ്ട്, അത് പരമമായ ശരിയാണ് എന്നും കൂടിയാണ് നമുക്കിവിടെ പറഞ്ഞു വെക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ, വിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾ, ഇവിടെയൊക്കെ കമൻറ്റ് സെക്ഷനിലൊക്കെ കടന്ന് കുരുപൊട്ടിക്കുന്ന വിശ്വാസികളായിട്ടുള്ള സ്ത്രീകളുണ്ട്, അവർ കേൾക്കാൻ വേണ്ടി ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പോലും, നിങ്ങൾ ആഗ്രഹിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും, നിങ്ങൾ ഇതിനെതിരെ ശബ്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും, നിങ്ങളിത് ഇസ്ലാമിൻ്റെ നിയമത്തെ ഇങ്ങനെ ചെയ്യാനുള്ള അവകാശമൊന്നും VP സുഹ്റയ്ക്കില്ല എന്ന് പറഞ്ഞ് VP സുഹ്റയെ തെറി വിളിച്ചുകൊണ്ട് നടക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഗുണമായിട്ട് ഭവിക്കാൻ പോകുന്നൊരു കാര്യമാണ് VP സുഹ്റ ഇവിടെ ചെയ്തു വെക്കുന്നത്. അതെങ്കിലും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. നല്ലതാണ്, മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കെന്ന് അറിയാം. കാരണം ഇത് മനസ്സിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തലച്ചോറുകൊണ്ട് ചിന്തിക്കണം, ഈ ഹൃദയം കൊണ്ട് ചിന്തിച്ചുകൊണ്ട് നടന്നാൽ ശരിയാവില്ല. ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അത് പലപ്പോഴും ഹൃദയം കൊണ്ടാണ് ചിന്തിക്കുന്നത്, അതിൻ്റെയാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത്, ഇത്തരത്തിലൊരു നിയമ പോരാട്ടം അത് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ നിലവിലുള്ള സുരേഷ് ഗോപിയെയും അതുപോലെ തന്നെ നമ്മളുടെ മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്ററെയൊക്കെ പോയി കാണുന്നു. അപ്പോൾ കേന്ദ്രത്തിലേക്ക് പോകുന്നു, കേന്ദ്ര മന്ത്രിമാരെ കാണുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു പ്രശ്നം വരും. എന്താണ്? ബി ജെ പി ആണല്ലോ ഭരിക്കുന്നത്. അപ്പോൾ ഉടനെ അത് സംഖ്യയാണ് എന്ന ഒരു ലെവലിലേക്ക് അത് കൊണ്ടുവരികയാണ്. അപ്പോൾ ഉടനെ അത് BJP കാരിയായി മാറുന്നു, BJP കാരോടൊപ്പം ചേരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വളച്ചുകൊണ്ട് പോയിട്ട് ഈ ആവശ്യത്തെ നിരാകരിക്കാൻ, അതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കുന്ന സമയത്ത്, കേരളത്തിൽ ജീവിക്കുന്ന സമയത്ത്, ഇപ്പം നിങ്ങളുടെ പഞ്ചായത്തിൽ, നിങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയൊരു ആവശ്യം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെർമിറ്റ് വേണം, എന്തെങ്കിലും ഒരു വഴിയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം, നിങ്ങൾ വലിയ ഒരു കോൺഗ്രസ്സുകാരനാണ് എന്നും കൂട്ടുക. പക്ഷേ നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് അയാളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഈ വഴി പ്രശ്നം അല്ലെങ്കിൽ റോഡ് ടാർ ചെയ്യണം ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ പോയി കാണുക, അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള ആളുകളെ നിങ്ങൾ സമീപിക്കാൻ വേണ്ടി പോയി നോക്കും, മെമ്പറെ പോയി കാണുന്നു. അവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ പിന്തുടരുന്ന രാഷ്ട്രീയ ആശയത്തിന് വിരുദ്ധമായ അല്ലെങ്കിൽ അതിന് എതിർ കക്ഷിയായിട്ടുള്ള ആളുകൾ ആയിരിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ കമ്മ്യൂണിസ്റ്റുകാരനാണോ ഭരിക്കുന്നത്, എന്നാൽ എനിക്ക് റോഡ് വേണ്ട എന്ന് നിങ്ങൾ പറയും? ഇല്ലല്ലോ. നിങ്ങളുടെ ആവശ്യം അത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ചെല്ലുന്ന ആൾ, അത് അയാളുടെ അവരുടെ പൊളിറ്റിക്കൽ അലൈൻമെൻറ്റ് എന്ത് തന്നെ ആയാലും അയാൾ അവിടെ ഇരിക്കുന്നത് ഒരു പൊതുസേവകൻ എന്നുള്ള രീതിയിലാണ്. എന്ന് വെച്ചാൽ ആ സംഗതി അവിടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒന്നുകൂടിയും വിശദമായിട്ട് പറഞ്ഞാൽ രണ്ട് കാര്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ വോട്ട് തേടുന്ന സമയത്ത് നിങ്ങൾക്ക് ഐഡൻറ്റിറ്റിയൊക്കെ വെക്കാം. നിങ്ങൾ പാർട്ടിക്കാരനാകാം, നിങ്ങൾക്ക് കോൺഗ്രസ്സുകാരനാകാം, നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് ആകാം, BJP ആകാം, ആരും ആകാം, SDP വരെ ആകാം. പക്ഷേ നിങ്ങൾ ജയിച്ച് കയറി കഴിയുമ്പോൾ നിങ്ങൾ പിന്നെ BJP കാരനല്ല, നിങ്ങൾ പിന്നെ കമ്മ്യൂണിസ്റ്റുകാരനല്ല, നിങ്ങൾ പിന്നെ കോൺഗ്രസ്സുകാരനല്ല, നിങ്ങൾ പിന്നെ ഈ പറയുന്ന ഒരു ജനസേവകനാണ്. അതെന്ന് വെച്ചാൽ നിങ്ങളവിടെ
ആ സ്ഥാനത്ത് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ടിക്കാർ മാത്രമല്ല, അത് പൊതുജനങ്ങൾ മൊത്തത്തിലാണ്. അതിൽ 100% ജനങ്ങളും അതിനകത്ത് പെടും എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ പിണറായി വിജയൻ ഇന്നിപ്പോൾ കേന്ദ്രം നടത്തുന്ന റോഡ് വികസനത്തിൻ്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളാണിത് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, പിണറായി വിജയൻ ഇനി ഒരു 1/2 കിലോമീറ്റർ റോഡ് പണിതാൽ അതെല്ലാവരും വന്ന് കമ്മ്യൂണിസ്റ്റ് മെമ്പർമാർക്ക് മാത്രമാണ്, ഇത് CPMകാർക്ക് മാത്രമാണ് ഇതിലൂടെ വണ്ടി ഓടിക്കാൻ പറ്റുമെന്നല്ലല്ലോ പറയുന്നത്. ഇതെല്ലാവർക്കും ഉപയോഗിക്കാം, BJPക്കാരന് വരെ ഉപയോഗിക്കാം എന്നും കൂടിയല്ല അവിടെ വരുന്നത്. മോദി വന്ന് വണ്ടിയിൽ ഇറങ്ങി പോവുകയാണെങ്കിൽ പോലും പിണറായി വിജയൻ പണിത റോട്ടിൽ കൂടെ അല്ലേ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അവിടെ ഈ സങ്കുചിതമായ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഇവിടെ കാണാൻ കഴിയും. ഇത് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. ഇവിടെ സാധാരണ ഒരു ചോദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതായത് എന്തുകൊണ്ട് BJPയിൽ മുസ്ലിം മന്ത്രിയില്ല എന്നൊരു ചോദ്യം. ഇത് വ്യാപകമായിട്ട് നിങ്ങൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ ചില സ്വതന്ത്ര ചിന്തകർ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ അപ്പൂപ്പന്മാർ കളിക്കുന്ന കുറേ ആളുകളുണ്ട്. വിശ്വനാഥൻ ഡോക്ടറെ പോലുള്ള ഒരാൾ ഒരിക്കൽ ഇതുപോലെ ഒരു പോസ്റ്റ് ഇട്ടു, മുസ്ലിം വിരുദ്ധത BJPക്കുണ്ട് എന്നുള്ളതിന് തെളിവ് ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളി എടുത്തു വെച്ച തെളിവാണ് BJP മന്ത്രിസഭയിൽ മുസ്ലിങ്ങളായിട്ടുള്ള MPമാരില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മുസ്ലിമാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു എക്സ് മുസ്ലിമാണല്ലോ, എന്നാൽ പോലും എൻ്റെ പേര് മുസ്ലിമാണ്, ഞാൻ ജനിച്ചത് ഇപ്പോഴും സർട്ടിഫിക്കറ്റിലൊക്കെ ഇസ്ലാം മുസ്ലിം മാപ്പിള എന്നൊക്കെയാണ് കിടക്കുന്നത്, പോട്ടെ, ഞാൻ മത്സരിച്ചിട്ട് BJPയുടെ ഒരു MLAയോ MP ഒക്കെ ആയിന്ന് വിചാരിക്കാം, നിങ്ങൾ ഇത് മാറ്റി പറയൂ. അതായത് ഓക്കെ, ഇപ്പോൾ BJPയിൽ ഒരു മുസ്ലിം MP വന്നു കഴിഞ്ഞു, അപ്പോൾ മുസ്ലിങ്ങൾക്ക് എതിരെയുള്ള ഈ മുസ്ലിം വിരുദ്ധത BJPക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മാറ്റി പറയൂ. അത് അങ്ങനെ പറയരുത് എന്ന രീതിയിലേക്ക് മാറാണ്. ഇതാണ് ഇവരുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം അത്. രണ്ട്, ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് പോലും ഈ BJPയിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുണ്ട്, പല സ്ഥലങ്ങളിലും 1-2 MPമാരും ഒക്കെ ഉണ്ട്, അതവിടെ കിടക്കട്ടെ. ഇത് പറഞ്ഞതിന് ശേഷം നമ്മളുടെ ലോക്സഭ ഇലക്ഷൻ വന്ന സമയത്ത് മലപ്പുറത്ത് അബ്ദുസ്സലാം എന്ന് പറയുന്ന പഴയ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയൊക്കെ ഒരു വൈസ് ചാൻസലറൊക്കെ ആയിട്ടിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം മുസ്ലിം നാമധാരിയായിട്ടുള്ള ആൾ ഈ BJPയുടെ ടിക്കറ്റിൽ മത്സരിക്കുന്ന സമയത്ത് ഇവിടെ എന്താ പറഞ്ഞത്, അയാൾ സംഘിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ മുസ്ലിമിനെ അവിടെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നു. എന്നാൽ അയാളെ ജയിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും ഈ അങ്ങനെ ഒരു മുസ്ലിം BJPയുടെ ഒരാൾ ഈ വിശ്വനാഥൻ ഡോക്ടർ ജീവിക്കുന്ന ആ പഞ്ചായത്തിലുണ്ടെന്നുണ്ടെങ്കിൽ, അയാൾ അവിടുത്തെ സ്ഥാനാർത്ഥിയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം വിരുദ്ധത അത് ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥിതിക്ക് അങ്ങനെ അതിനെ മറികടക്കാൻ വേണ്ടി ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയ BJPക്ക് വേണ്ടി ഇരിക്കട്ടെ എൻ്റെ വോട്ട് എന്ന് പറഞ്ഞിട്ട് വിശ്വനാഥൻ ഡോക്ടർ വോട്ട് കൊടുക്കുമോ? അതുമില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തിനാ ഈ പരിപാടിക്കൊക്കെ നിൽക്കുന്നത്? അപ്പോൾ നിങ്ങൾ മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ആ മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തി എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനൊന്നും നിങ്ങൾ പോകുന്നില്ല. ഇനി നിർത്താത്തതിൻ്റെ കാരണം എന്താണ്? ആരെങ്കിലും നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിൽക്കാത്തതിൻ്റെ കാരണം ആരെങ്കിലും നിൽക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും വോട്ട് ചെയ്യും. ഇന്നിപ്പോൾ നമ്മളൊരു കോയ കോളിങ്ങിൽ ഒരു BJPയോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിമായിട്ടുള്ളൊരു വനിത, അവരുടെ സംസാരം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് അവർ ആ BJPയുടെ ആശയത്തോടു കൂടി, ആ രാഷ്ട്രീയത്തോടു കൂടി അവർ യോജിക്കുന്നത് എവിടെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് കാണും. മുത്തലാഖ് നിയമം അതിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അവർ കണ്ടിട്ടുള്ള, അവരനുഭവിച്ചിട്ടുള്ള വിഷയങ്ങളിൽ പച്ചയായ ഒരു നിലപാട് പറഞ്ഞുകൊണ്ട്, കൃത്യമായൊരു നിലപാട് പറഞ്ഞുകൊണ്ട്, അത് അവർക്ക് അനുകൂലമാകുന്ന ഒരു നിയമം ഉണ്ടാക്കാൻ മുന്നോട്ട് വന്ന ഒരു പാർട്ടിയോട് അവർക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുന്നു. വിഷയാധിഷ്ഠിതമാണ് എന്നവർ പറയുന്നു. അതിനുള്ള അവകാശം ഇന്ത്യയിലില്ലേ? അതെന്തിനാ നമ്മൾ അങ്ങനെയാണെങ്കിലും നിൽക്കാൻ പാടില്ല എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഇതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഈ രണ്ടാമത്തെ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, അല്ലെങ്കിൽ BJP തന്നെ പലപ്പോഴും അതിന് കൊടുക്കുന്നൊരു ഉത്തരവുണ്ട്. അത് നമ്മൾ ആദ്യം പറഞ്ഞ ഉത്തരമാണ്. എന്താണ്? നിങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ മുസ്ലിമായിട്ടുള്ള ഒരാൾ തന്നെ MP ആവണമെന്ന് ഒരു നിർബന്ധമില്ല. അതാണ് അതിലെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ഇത് കൊണ്ടു നടക്കുന്ന ആളുകൾ ചെയ്യുന്ന ഒരു വലിയൊരു തുരപ്പം പണിയാണിത്. അവർ ഈ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് വെച്ച് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മത്സരിച്ച് അവിടെ എത്തണം എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക മാത്രമല്ല, അങ്ങനെ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് കളിക്കാതെ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സ്ഥാനങ്ങളിലോ എത്തിയിട്ട് എല്ലാവർക്കും നന്മയാകുന്ന രീതിയിലേക്കൊരു കാര്യം പറഞ്ഞ് ചെയ്യുന്നൊരു ആളുകളെ കൊണ്ട് ഇവർ പറയുന്നത് എന്താണ്? നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞങ്ങളിൽപ്പെട്ട ആളുകളെ നിങ്ങൾ മന്ത്രിയാക്കണം, സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ടും ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് എടുപ്പിക്കുന്ന ഒരു പരിപാടി. ഈ കുത്തിത്തിരിപ്പ് പരിപാടിയാണ് സത്യത്തിൽ ഈ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് കൊണ്ട് നടക്കുന്ന ആളുകളൊക്കെ ചെയ്യുന്നത്. അതിപ്പോൾ ഈ മതത്തിൻ്റേത് മാത്രമല്ല, നമ്മളിത് കാണുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കൂട്ടരെന്ന് പറയുന്നത് ഈ ദളിത് ആക്ടിവിസ്റ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടി ഇത് തന്നെയാണ്. ഇതേ കുത്തിത്തിരിപ്പ് തന്നെയാണ്.
എനിക്കത് പറയുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, എന്നാലും ഞാൻ പറയുകയാണ്, ഇവരുടെ കുത്തിത്തിരിപ്പ് ഇതാണ്. പല ആളുകളും, ഞാനത് വേറൊരു കാര്യം കൂടി പറയുകയാണ്, ഈ കോയ കോളിങ്ങിൻ്റെ നമ്പറിലേക്ക് നമ്മളെ ചില ജാതിവാദികളായിട്ടുള്ള ആളുകൾ വിളിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ഒരു ചങ്ങാതി പറയും, എന്താണ് അനൂപ് തോമസ് എന്നങ്ങാണ്ട് പറഞ്ഞിട്ടൊരാൾ, പുള്ളി വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫോൺ എടുക്കും, ആളാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കൂടുതലൊന്നും പറയാൻ നിൽക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇവർ ഇപ്പോൾ കോയമാർ തേഞ്ഞൊട്ടി കഴിയുമ്പോൾ അവർ ഫോൺ വെച്ചിട്ട് പോകും, 2 തെറിയും വിളിച്ചിട്ട് പോകും, അത് കഴിഞ്ഞോടെ പിന്നെ പോയാൽ ചിലപ്പോൾ ഒന്ന് വധഭീഷണി നടത്തിയെന്ന് വരും. പക്ഷേ ഈ ടീം അങ്ങനെയല്ല. ഈ ടീം അവരുടെ വാദത്തിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവർ കൊണ്ടു നടക്കുന്ന ഇരട്ടത്താപ്പ് വെളിച്ചത്ത് വരുന്നു. അവർ പറയുന്ന സംഗതികൾ അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ അവർ ഉടനെ കേസും കൂട്ടമായിട്ടാണ് ഇറങ്ങുക. ഞങ്ങൾ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്നും പറഞ്ഞിട്ട് ഇറങ്ങും. ഇതാണ് ഇവരുടെ തുരപ്പം പരിപാടി. എന്ന് പറഞ്ഞാൽ ഇവർക്ക് സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനകത്ത് ഡിഫെൻഡ് ചെയ്യാൻ അവർക്ക് ഒരു ഗ്രൗണ്ടും ഇല്ല. ഒന്നാമത്തെ കാര്യം അത് നമ്മൾ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കേസും കൂട്ടമായിട്ട് പോകും. ഇതാണ് അവരുടെ പരിപാടി. അപ്പോൾ അതുകൊണ്ട് ഇത് കേൾക്കുന്ന അനു തോമസ്, അങ്ങനെയാണ് ആളുടെ പേര്, ആളറിയാൻ വേണ്ടിയിട്ട് പറയാം, നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്യാത്തതിൻ്റെ കാരണം ഇതാണ്. നിങ്ങളുടെ ഈ തുറപ്പം പരിപാടിയാണ് നമുക്ക് പ്രശ്നം ഉണ്ടായത്. നമുക്ക് വയ്യ, ഈ എന്താണ് നീർക്കോലി കടിച്ചാൽ അത്താഴം മുടങ്ങുമെന്ന് പറഞ്ഞ മാതിരിയാണ് നമ്മുടെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ജാതിക്കാരുമായിട്ട് നമ്മൾ ഈ പറയുന്ന തർക്കത്തിന് നമുക്കില്ല. കോയ കോളിംഗ് നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചിട്ട് ഇതുപോലെ പറയാൻ നിന്നിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ ഫോൺ നമ്മൾ എടുക്കില്ല. പല തവണ ഇത്തരം വിഷയങ്ങളുമായിട്ട് മുന്നോട്ട് വന്ന് ഇത് ചർച്ച ചെയ്ത് അവസാനം നിങ്ങൾ ജാതി വിരുദ്ധരാണ്, നിങ്ങൾ എന്താണ് സംവരണ വിരുദ്ധരാണ് എന്നൊക്കെ പറഞ്ഞ് ചാപ്പയടിക്കാനല്ലാതെ നിങ്ങൾക്ക് ഒരൊറ്റ വാദത്തിന് പോലും ഉത്തരം പറയാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് ഇതിനോടകം തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതവിടെ ഉണ്ടായിരിക്കെ ഇനി വീണ്ടും വീണ്ടും അത് പറഞ്ഞ് എനിക്ക് കേസും കൂട്ടമായിട്ട് നടക്കാനുള്ള വകുപ്പ് അതിന് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നടക്കുക. ഇപ്പോൾ അല്ലാതെ തന്നെ അത്യാവശ്യം നമുക്ക് കാക്കാമാരുടെ കേസുണ്ട്, അതൊന്ന് തീരട്ടെ എന്നതാണ് നമ്മളുടെ ഒരു നിലപാട്. അപ്പോൾ അതുകൊണ്ട് ജാതിവാദികൾ നമ്മളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, വിളിച്ചിട്ട് തോറ്റോടി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്, ഇതാണ് നമ്മളെ കാരണം. നിങ്ങൾ അപ്പിയിട്ട് തോൽപ്പിക്കുന്ന മാതിരി നമുക്ക് തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളങ്ങ് ചെയ്തോളൂ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് വേറെ വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതുപോലെ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് വെച്ചുകൊണ്ട് അവർ ചെയ്യുന്നത് പോലെ ബാക്കിയുള്ള ആളുകളും ചെയ്യണം എന്ന് നിർബന്ധിക്കുന്ന നിലയിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ഈ കാര്യം ഒന്ന് ഓർക്കേണ്ടി വരിക. നിങ്ങൾക്ക് ഏതെങ്കിലും സമൂഹത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സമൂഹത്തിൽപ്പെട്ട ആളാകണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾ നല്ലൊരു പൊതുപ്രവർത്തകനായാൽ മതി എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി ഇതൊക്കെ ഇവിടെ പറഞ്ഞതിന് ഇത്രയും വിശദീകരിച്ച് പറഞ്ഞതിൻ്റെ കാര്യം, VP സുഹറെ പോലുള്ള ആളുകൾ, ഷുക്കൂർ വക്കീലിനെ പോലുള്ള ആളുകൾ, അവർ നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന കാര്യമാണ് യൂണിഫോം സിവിൽ കോഡ് അത് BJP കൊണ്ടുവന്ന ഇച്ചിച്ചിയാണ് എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ട്. ഇതേ ആളുകൾ പറഞ്ഞു വെക്കുന്ന കാര്യമാണ്. പോട്ടെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇവർക്കുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടൊരു കാര്യം പറയാണ്, അതായത് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നൊരു വിഷയം അത് വന്നു കഴിയുമ്പോൾ വലിയ തോതിൽ മാറ്റം വരുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. അതിലുള്ള കാര്യമാണിത്. അപ്പം നിങ്ങൾ ആ ഘട്ടത്തിൽ ആ സംസാരം വരുന്ന സമയത്ത് നമുക്ക് യൂണിഫോം സിവിൽ കോഡ് വേണ്ടാന്ന് TV ചർച്ചയിൽ വരെ വന്നിരുന്ന് പറയുന്ന ആളുകളും എന്നിട്ട് പിന്നെ ഈ പരിപാടിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുമ്പോൾ ഇതും ഒരു ഇരട്ടത്താപ്പാണ്, നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഇരട്ടത്താപ്പാണ് നമുക്കിവിടെ പറയാനുള്ളത്. അതൊന്ന് പറഞ്ഞു വെക്കുന്നതേ ഉള്ളൂ. പക്ഷേ തുടക്കത്തിൽ നമ്മളും ഈ യൂണിഫോം സിവിൽ കോഡ് എന്ന് ഒറ്റ പേരിട്ടിട്ട് ഒരു സാധനം ചെയ്യുന്നതിനെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നെങ്കിലും നോൺ റിലീജിയസ് സിറ്റിസൺസ് എന്ന നിലയ്ക്ക് ആ സംഘടനയുടെ ഭാഗമായിട്ട് യൂണിഫോം സിവിൽ കോഡിൻ്റെ നടത്തിപ്പുമായി ആ ഒരു ബില്ലുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ കൊടുക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ ഒരു റിപ്ലൈ കൊടുത്ത സമയത്ത് അതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു യൂണിഫോം സിവിൽ കോഡ് എന്ന ഒറ്റ പേരിട്ടിട്ട് സംഗതി ചെയ്യണമെന്ന് വാശി പിടിക്കുന്നതിൽ അർത്ഥമില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. 4-5 കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. വിവാഹമോചനം, പിന്തുടർച്ചാവകാശം, അങ്ങനെ ദത്ത് അവകാശം, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇത് ഓരോന്നോരോന്നായിട്ട് ചെയ്ത് ആ നിയമത്തെ പരിഷ്കരിച്ച് മുന്നോട്ട് പോയാൽ മതി. ഇതാണ് നമ്മൾ പറയുന്നത്. എന്നാൽ യൂണിഫോം സിവിൽ കോഡും ഇതേ സാധനം തന്നെയാണ്. എന്നുവെച്ചാൽ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർമുഡ എന്ന് നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ പാൻസ് എന്ന് നമുക്ക് വിളിക്കാം. എന്നാൽ ഈ എന്താണ് ഇത് ഒറ്റ പേരിടണ്ട, നിങ്ങൾ കഷ്ണം കഷ്ണമായിട്ട് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഞെരിയാണി വരെ ഇറക്കമുള്ള ബർമുഡ, അത്രയാണ് അതിൻ്റെ വ്യത്യാസമുള്ളത്. ഇത് രണ്ടും സാധനം ഒന്ന് തന്നെയാണ്. ഇത് പറഞ്ഞിട്ട് നേരം കളയേണ്ട ആവശ്യം എന്തുള്ളതെന്നാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന് ഇത് കൂടുതൽ ഗുണമാകുന്ന കാര്യമാണ്. അതിന് ഏത് സർക്കാരായാലും ശരി. അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യം എന്താണ്, ഇത് എത്രയും പെട്ടെന്ന് ഈ പറയുന്ന യൂണിഫോം സിവിൽ കോഡ് ആയിട്ടോ അതല്ല ഇനി ഈ VP സുഹറ ഉയർത്തുന്നത് പോലെ സെപ്പറേറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ആ നിയമങ്ങൾ പരിഷ്കരിച്ച് മുന്നോട്ട് പോവുക എന്നതാണ് നമുക്ക് വേണ്ടത്. എന്നാലാണ് ഈ പ്രായമായ ഒരു സമയത്തും അവരെ കൊണ്ട് ഇതുപോലെയുള്ള നിരാഹാര സമരം കിടത്തിക്കുന്നതിനും ഇതുപോലുള്ള പ്രക്ഷോഭങ്ങൾക്ക് വേണ്ടി ഇറക്കി അവർ വിടേണ്ടി വരുന്നതിനൊക്കെ നമ്മൾ മറിച്ച് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിപ്പോൾ വഖഫാണെങ്കിൽ അതിട്ട് നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സംഗതി എത്രയും പെട്ടെന്ന് അത് ഒരു പ്രാബല്യത്തിൽ വരുത്തി കഴിഞ്ഞാൽ ആ
സമരം ചെയ്യുന്ന ആളുകൾക്ക് വീട്ടിൽ പോയിക്കൂടെ? അതാണ് നമ്മൾ ചോദിക്കുന്നത്. എന്തിനാണ് ഈ ആളുകൾ ഈ സമരത്തിലേക്ക് ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ കഴമ്പുണ്ടെന്നുണ്ടെങ്കിൽ, ആ കഴമ്പുണ്ടെന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത് നീട്ടിക്കൊണ്ടു പോകുന്നത്? ഇതൊക്കെ ടപ്പേന്ന് പരിപാടി തീർക്കണ്ടേ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ടല്ലോ. അത് ഉപയോഗിക്കാതെ ഇത് നീട്ടിക്കൊണ്ടു പോകുന്നതിനോട് നമുക്ക് ഒരു വിയോജിപ്പ് അവിടെ ആണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഇവിടെ ഒരു വലിയ പരാതി ഇപ്പോൾ ഇതാണ്, ഇവർ പറയുന്ന ഉന്നയിക്കുന്ന വിഷയത്തിൽ കഴമ്പുണ്ട്. ഈ വിഷയം ഓൾറെഡി BJP മുന്നോട്ട് വെക്കുന്നൊരു സംഗതിയാണ് യൂണിഫോം സിവിൽ കോഡ് സംബന്ധിച്ച്. ഏതായാലും അത് വൈകുന്നതിലും ഇവർക്ക് കിട്ടേണ്ട പല ആനുകൂല്യങ്ങൾ അത് നഷ്ടപ്പെടുന്നതിലും എല്ലാം, അല്ലെങ്കിൽ മറ്റ് പല ആളുകൾക്കും വേണ്ടിയിട്ടും ഒരു പോരാടുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലും അവരത് ത്വരിതപ്പെടുത്താൻ വേണ്ടി നോക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ഡൽഹിയിലേക്കുള്ളൊരു സന്ദർശനവും മന്ത്രിമാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയൊക്കെ വന്നപ്പോൾ അവിടെ ഇരിക്കുന്നത് മുഴുവൻ ആരാണ്? BJPക്കാരാണ്. അപ്പോൾ BJPക്കാരായതുകൊണ്ട് പിന്നെ എന്തായി? അവിടെ ഉടനെ അതിൻ്റെ പേരിൽ ഇവരെ BJPയുടെ ആലയിലേക്ക് കൂട്ടിക്കെട്ടുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതിനോട് നമുക്ക് യോജിപ്പില്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഇനി അതിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ സുരേഷ് ഗോപി ഇട്ട ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇവിടെ നിങ്ങൾക്ക് കാണാം. അതായത് ഇവരെ മീറ്റ് ചെയ്തു, ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു ബി എ പാർട്ട് ഓഫ് എ സിഗ്നിഫിക്കൻറ്റ് ഡിസ്കഷൻ അലോങ് സൈഡ് യൂണിയൻ മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്റർ കിരൺ റിജ്ജു ആൻഡ് VP സോറ, ദ ഫൗണ്ടർ ഓഫ് നിസ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. അത് സ്ത്രീകൾക്ക് വേണ്ടി, നിസ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വുമൻ എന്നാണ് അതിൻ്റെ അർത്ഥം. റിഗാർഡിംഗ് ഈക്വൽ ഇൻഹെറിറ്റൻസ് റൈറ്റ്സ് ഫോർ മുസ്ലിം വിമൻ, സുഹ്റ presented a draft bill advocating amendments to ensure justice and fairness in Muslim inheritance laws. അതായത് മുസ്ലിം പിന്തുടർച്ചാവകാശത്തിൽ ഒരു ഈക്വാലിറ്റി കൊണ്ടുവരാൻ വേണ്ടി, ജസ്റ്റിസ് കൊണ്ടുവരാൻ വേണ്ടി, സ്ത്രീകൾക്ക് തുല്യാവകാശം, അതാണ് ലക്ഷ്യം. മിനിസ്റ്റർ റിജ്ജു ഹാസ് ടേക്കൻ എ പോസിറ്റീവ് സ്റ്റാൻസ് അഷ്യൂറിംഗ് ഫർദർ കൺസൾട്ടേഷൻസ് വിത്ത് ദ യൂണിയൻ ലോ മിനിസ്ട്രി ആൻഡ് ലീഗൽ ടോപ്പ് ലൈൻ എക്സ്പേർട്സ് ആൻഡ് അതർ കൺസേൺ അതോറിറ്റീസ്. അങ്ങനെയാണ് ഈ നിരാഹാര സമരം അവിടെ പിൻവലിക്കുന്നൊരവസ്ഥ ഉണ്ടായി. ഐ ഫേംലി സ്റ്റാൻഡ് ഫോർ ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ ആൻഡ് ഐ വിൽ കണ്ടിന്യൂ ടു സപ്പോർട്ട് എഫേർട്സ് ദാറ്റ് എംപവർ എവറി ഇൻഡിവിജ്വൽ ഇൻ അവർ സൊസൈറ്റി. ഇത് ഞാൻ പറയുമ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. സുരേഷ് ഗോപിയെ ഇതേപോലെ നേരിട്ട് പോയി കണ്ട് ചില കാര്യങ്ങൾ മുന്നേയും നമ്മൾ ബോധിപ്പിക്കേണ്ട ചില ഘട്ടങ്ങൾ വന്നപ്പോൾ, നമ്മൾ അബ്ദുൽ ഖാദർ പുതിയങ്ങാടിയുടെ മോചനമൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം എപ്പോഴും പറയാറുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ ആ കാര്യങ്ങൾ കേൾക്കാനാണെങ്കിലും അതിനു വേണ്ട നടപടികൾ എടുക്കാനാണെങ്കിലൊക്കെ വളരെ അധികം കീനായിട്ട് നമ്മളെ കേട്ട് അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരാൾ തന്നെയാണ് സുരേഷ് ഗോപി. അത് നമ്മൾ കണ്ടുപഠിക്കേണ്ട ഒരു സാധനമാണെന്നാണ്. ഭയങ്കര ആത്മാർത്ഥതയുടെ ഒരു പ്രശ്നം പുള്ളിക്കുണ്ട്. അത് നല്ലൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും പുള്ളിയുടെ പല കാര്യങ്ങളിലും അത് നമുക്ക് നിഴലിച്ച് കാണുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു പേഴ്സണൽ അനുഭവം പറയാണ്. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ കാണുന്നു, അതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നു. പക്ഷേ ഇപ്പം നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ, ഞാൻ നേരത്തെ പറയാൻ വന്നത്, ഈ ഒരു വിഷയം വന്നപ്പോൾ BJP അതിൻ്റെ ആലയിൽ കെട്ടുന്നതോടൊപ്പം തന്നെ അത് ഇവർ BJPക്കാരെയായി മാറിയിട്ട് ഇത് BJPക്ക് വേണ്ടിയിട്ടുള്ള B ടീമാണ് എന്ന് വരെ പറഞ്ഞുകൊണ്ട് ഇവരെ ഇന്ന് ഈ വിഷയത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാണ്, ഇവരെ ക്യാൻസൽ ചെയ്യാനുള്ള ശ്രമമാണ് നമ്മളുടെ നാട്ടിൽ നടക്കുന്നത്. ഈ വിഷയം നമ്മളുടെ മാധ്യമങ്ങൾ വേണ്ട പോലെ ചർച്ചയാക്കിയിട്ടില്ല. അതൊരു വിഷയം. ഇവരുയർത്തുന്ന വിഷയം എന്താണെന്ന് പോലും ഇവിടെ ചർച്ചയാക്കാൻ അവർ ഒരുക്കമല്ല. കാരണം എന്താണ്, ഈ VP സോറ, നിസയൊക്കെ കൂടി ചേർന്ന് ഓൾറെഡി ഒരു കേസ് സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ട്. ആ കേസിൻ്റെ ആവശ്യം അനുസരിച്ചിട്ട് ഒരു സത്യവാങ്മൂലം സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ കൊടുത്തത് ശരിയത്താണ് ശരി, ഇസ്ലാമിലെ നിയമം വളരെ ബ്യൂട്ടിഫുൾ നിയമമാണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചൊരു മറുപടിയും കൊടുക്കുന്നതാണ് കണ്ടത്. ഇത് പറയാൻ വേണ്ടിയിട്ട് സർക്കാർ സ്ത്രീകളുടെ വിഷയം അത് ഒരു പരാതിയായിട്ട് വന്നപ്പോൾ അതിന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ചർച്ചയിൽ ഒറ്റ സ്ത്രീയെ പോലും വിളിച്ചിട്ടില്ല എന്നതും കൂടി നമുക്കിവിടെ കാണാം. അവർ വിളിച്ചത് മുഴുവൻ സംസ്ഥയുടെ കാക്കന്മാർ, അതുപോലെ മുജാഹിദ് നേതാക്കൾ, ഇവരെയൊക്കെ വിളിച്ചിരുത്തി എല്ലാവരോടും കൂടി ആലോചിച്ചു. ചേട്ടന്മാർ പറഞ്ഞു കൊടുത്തു, ഇക്കാക്കന്മാർ നിങ്ങളെ പെണ്ണുങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചോളാം എന്നും പറഞ്ഞിട്ട് അവർക്ക് വേണ്ട സാധനം കൊടുത്തു. ആ സാധനമാണ് എന്ത്, ഈ പറയുന്ന ഫത്വ. ആ ഫത്വ ഏറ്റു പറയുന്ന ആളായിട്ട് പിണറായി സർക്കാരും വന്നു. അവർ പറഞ്ഞതാണ് ശരിയത്താണ് ശരി. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇതിനെക്കുറിച്ച് നമ്മൾ മുന്നേ ഒരു വീഡിയോ പണ്ട് ആ സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ നോക്കുമ്പോഴാണ് ഇതിൻ്റെ ഈ വിഷയത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾക്ക് BJPയുടെ ആലയിൽ കെട്ടുന്നതോ അല്ലെങ്കിൽ BJPയുടെ ആലയിൽ പോയതോ അല്ലെങ്കിൽ അങ്ങനെ അവരെ പോയി കണ്ടതൊക്കെയാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ, VP സോറ അവർ പ്രതിദാനം ചെയ്യുന്ന സംഘടന എത്ര തവണ അവർ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനെ നേരിട്ട് പോയി കാണാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് കത്തെഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പെർമിഷൻ എടുക്കാൻ വേണ്ടി നോക്കിയിട്ട് നിങ്ങളത് ഡിനൈ ചെയ്തുകൊണ്ടിരുന്നു. ഇതല്ലേ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ കാണാൻ വേണ്ടി വന്നപ്പോൾ അവരെ കാണാൻ വിസമ്മതിക്കുകയും ഈ വിഷയം ചർച്ച ചെയ്യാൻ വിസമ്മതിക്കുകയും ചെയ്ത ആളുകൾ ഈ കാണാനും ഇത് കേൾക്കാനും
ബാധ്യസ്ഥരായിട്ടുള്ള അതിന് വില്ലിംഗ് ആയിട്ടുള്ള ആളുകളുടെ അടുത്തേക്ക് പോയപ്പോൾ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞിട്ട് ഇവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയും കൂടിയല്ലേ ഇവിടെ കാണുന്നത്. പിണറായി സർക്കാർ എന്തിനാണ് ഇവരെ കാണണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ആ മീറ്റിംഗ് നിങ്ങൾ പറഞ്ഞ സമയത്ത് സമസ്തയെ വിളിച്ച മീറ്റിങ്ങിലേക്ക് സ്ത്രീകളെയും വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പെർമിഷൻ അവിടെ റിക്വസ്റ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചയച്ച ആളുകളല്ലേ നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ഈ എന്തടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇവർ ഒതുക്കാൻ വേണ്ടി നോക്കുന്നത്? അപ്പോൾ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം നിങ്ങളുടെ പച്ച നിക്കറാണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളതല്ലേ ഇവിടുത്തെ വിഷയം. ഇത് നമ്മളിവിടെ കാണുകയാണ്. ഇത് കാണുന്ന ആളുകൾക്ക് ഇച്ചിരി ബോധമൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കുന്നതാണ് നമ്മളുടെ ഇവിടെ അന്തം കമ്മികളോട് നമുക്ക് പറയാനുള്ളത്. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരവും അത്യാവശ്യം കഞ്ഞിയും കുടിക്കുന്നൊക്കെ ആളുകളായതുകൊണ്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഈ മുസ്ലിം പ്രീണനം നമുക്കിവിടെ കാണാം. അതിൻ്റെ പേരിൽ നിങ്ങളൊരു ജെനുവിനായിട്ടുള്ളൊരു കോസ് അല്ലെങ്കിൽ ആ ഒരു റിക്വസ്റ്റിനെ നിങ്ങൾ നിരാകരിച്ചുകൊണ്ടേയിരിക്കുന്നു, വർഷങ്ങളായിട്ട് നിരാകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തേത്, നിങ്ങൾക്ക് ഇങ്ങനെ ഇനിയിപ്പോൾ ഒരു പരാതി ഉണ്ട്. ഇതിപ്പോൾ ഇനി ഇതിലെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് BJP അത് വലിയ തോതിൽ മുത്തലാഖിൻ്റെ വിഷയം, മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി പല പ്രവൃത്തികളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന ഒരു മേനി നടിക്കൽ അത് BJP പലപ്പോഴും ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ. മുത്തലാഖ് നിയമം അവർ പറയുന്നു, അങ്ങനെ പല നിയമങ്ങൾ അവർ പറയാറുണ്ട്. ആ ഒരു ഗണത്തിലേക്ക് വരാൻ പോകുന്ന മറ്റൊരു നിയമമാണിത്. ഇത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾക്ക് ഗുണമുണ്ടാകുന്ന കാര്യമാണ്. സ്ത്രീകൾ BJPക്ക് വോട്ട് ചെയ്യുന്ന അവസ്ഥ വരെ ഇവിടെ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ അത് നിങ്ങൾക്ക് തടയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ളൊരു പണിയുണ്ടല്ലോ. മുസ്ലിം സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പകുതി പോപ്പുലേഷൻ സ്ത്രീകളാണ് വരുന്നത്. അവരുടെ വോട്ട് നിങ്ങൾക്ക് ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്താൽ പോരെ. ഈ നിയമം കേരളത്തിൽ നിങ്ങൾക്ക് പുതുക്കാലോ. ഈ യൂണിഫോം സിവിൽ കോഡ് നിങ്ങൾ എന്തൊക്കെ പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾ BJP കൊണ്ടുവന്നാൽ വരുമെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ, അതെല്ലാം നിങ്ങൾക്ക് പരിഹരിച്ചുകൊണ്ട് സ്വന്തമായിട്ടൊരു മലയാളത്തിൽ എഴുതിയ യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാക്കാൻ ഇവിടെ എന്താ തടസ്സമുള്ളത്? ഭരണഘടന അനുവദിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ അത് ചെയ്യാത്ത? അപ്പോൾ നിങ്ങൾ തിന്നുന്നവരെ കൊണ്ട് തീറ്റിക്കുകയല്ല എന്ന് പറയുന്ന അവസ്ഥയല്ലേ സത്യത്തിലൂടെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് എത്ര നാൾ നിങ്ങൾ പിടിച്ചു നിൽക്കും എന്നുള്ളതാണ് എനിക്ക് കാണാനുള്ളത്. ഇത് നിങ്ങളുടെ സ്വന്തം കുഴി വെട്ടുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇത് ബാക്കിയുള്ള ആളുകൾക്ക് മനസ്സിലാവുകയും ഈ ഇരട്ടതാപ് തിരിച്ചറിയുന്നത് മുറയ്ക്കുകയും ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, അടുത്ത തവണയും ഇതൊക്കെ പറയുമ്പോൾ ഞാൻ പറയുകയാണ്, അടുത്ത തവണയും കയറാൻ പോകുന്ന പാർട്ടി എന്ന് പറയുന്നത് അത് ഇടതുപക്ഷം തന്നെയാണ്. അത് എൻ്റെ ഒരു കണക്കൂട്ടൽ അതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടുത്ത ഇലക്ഷനിലും വിജയിക്കും. അടുത്ത മുഖ്യമന്ത്രി ചിലപ്പോൾ പിണറായി വിജയനാവണമെന്നില്ല, വേറെ ആരെങ്കിലും ആകാം. ചിലപ്പോൾ മൂപ്പർ തന്നെ ആയി എന്നും വരാം. എന്തായാലും കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്, LDF 3 തന്നെയാണ് ഇനിയും വരാൻ പോകുന്നത്. അതെന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശക്തിപ്പെടുന്ന വശം അത് BJP ആണ്. BJP ശക്തിപ്പെടുന്ന ആ ഒരു ഘട്ടത്തിൽ ഇവിടെ തളരുന്ന പാർട്ടി എന്ന് പറയുന്നത് അത് കോൺഗ്രസ് ആയിരിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിഷയം. അങ്ങനെ വരുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ടും അവിടെ ഉണ്ടാവുമ്പോൾ മത്സരം സംഭവിക്കാൻ പോകുന്നത് ഇനി BJP വേഴ്സസ് കമ്മ്യൂണിസ്റ്റ് എന്നുള്ള രീതിയിലേക്കാണ്. കോൺഗ്രസ് ഇവിടുന്ന് അപ്രത്യക്ഷമാകാൻ പോകുന്നു എന്നാണ് വരാൻ പോകുന്നത്. കാരണം കോൺഗ്രസ്സിലുള്ള ഒരു വലിയ സമൂഹം ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ഇതിനോടകം തന്നെ BJPയുടെ വശത്തേക്ക് ചേർന്നിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള തന്നെ ഇതുപോലുള്ള നിഷ്പക്ഷരായിട്ട് നിന്നിരുന്ന ഹിന്ദുക്കളായിട്ടുള്ള അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളും അവരും ഒരു വലിയ ഒരു അളവിൽ ഈ പറയുന്ന BJP അതിലേക്ക് എത്തും. ഇനി അല്ലാതെയുള്ള ആളുകൾ അവരെവിടെ നിൽക്കും? പ്രധാനമായിട്ട് മുസ്ലിങ്ങളാണ് ഉണ്ടാവുക. അവർ കൂടുതലും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒപ്പമാണ് ഉണ്ടാവുക. അപ്പോൾ അവർ പോകുന്നതോട് കൂടിയിട്ട് അവർ കൂടുതൽ ആ ഒരു രീതിയിലേക്ക് മാറുന്നതോടനുസരിച്ചിട്ട് ഇവിടെ മുസ്ലിം ലീഗും തളരുന്നതോടുകൂടി BJPയുടെ കോൺഗ്രസിൻ്റെ നില വീണ്ടും താഴോട്ട് പോവുകയാണ് ചെയ്യുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണല്ലോ ഒരു ദേശീയ നയം. അത് കേരളത്തിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് കണ്ടറിയാം. ഇവിടെ ഈ പോക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് അതാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കണ്ടറിയാം. ഏതായാലും ഇവിടെ വിഷയങ്ങൾ ഈ ഒരു ത്രികോണ മത്സരത്തിൻ്റെ ഒരു ലെവലിലേക്ക് മാറുമ്പോൾ ഉടനെ തന്നെ കോൺഗ്രസ്സിന് വോട്ട് കിട്ടില്ല എന്നല്ല ഈ പറയുന്നത്. ഒരു ത്രികോണ മത്സരമായിട്ട് മാറും. സീറ്റുകൾ BJPക്ക് നേടാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരും. BJPയുടെ ഒരു നേതൃത്വം കൂടി മികച്ചതായിട്ട് മാറിയാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. പക്ഷേ നിലവിലുള്ള നേതൃത്വം ഈ കോഞ്ഞാട്ട നേതൃത്വം ആയതുകൊണ്ട് മാത്രമാണ് അവർ ബാക്കിയുള്ള ആളുകൾക്ക് ഇച്ചിരിയെങ്കിലൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അവരും കൂടി മെച്ചപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായാൽ, ആ രീതിയിലൊരു തിരുത്തൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വിചാരിച്ചോടത്തായിരിക്കില്ല കാര്യമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ടിട്ട് പറയുകയാണ്. BJPയെ തടയണം, വലതുപക്ഷ വളർച്ച നിങ്ങൾക്ക് ഇവിടെ ഇല്ലാതെയാക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് വലതുപക്ഷം ഉയർത്തുന്ന വിഷയങ്ങളെ അത് വിഷയാധിഷ്ഠിതമായിട്ട് ഇടതുപക്ഷവും അതുപോലെ തന്നെ കോൺഗ്രസ്സും ഒക്കെ അഡ്രസ്സ് ചെയ്യാൻ മുന്നോട്ട് വരിക എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനമാണ് VP സൂറ ഉയർത്തുന്ന വിഷയം. നിങ്ങൾക്ക് BJPയെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സുവർണ്ണ അവസരമുണ്ട്. കേരളത്തിലൊരു യൂണിഫോം സിവിൽ കോഡ് BJPയെ തോൽപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ നടപ്പിലാക്കിയാൽ മതി.
അത് വലിയൊരു മുന്നേറ്റം ഇവിടെ ഉണ്ടാക്കും. അതിനുള്ള ത്രാണി പക്ഷേ, അതിനുള്ള ആംബിയർ പക്ഷേ നമ്മളുടെ ഇടതുപക്ഷത്തിന് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ അവരുടെ ആവശ്യം ഇതിങ്ങനെ പറഞ്ഞിങ്ങനെ വോട്ട് പിടിക്കുക, അത് വെച്ചുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. പറയുമ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് അത് ഗുണമായിട്ട് മാറുകയും ചെയ്യും. ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഒരു ചെറിയൊരു ഇച്ചിരി മദ്രസ ക്ലാസ് കൂടി എടുത്തിട്ട് നമുക്ക് പോകാം. അതായത് BP സൂറ ചെയ്തതും അതിൻ്റെ രാഷ്ട്രീയ വശമൊക്കെ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞു. ഇതിലൊരു മതപരമായ ഒരു ആംഗിൾ ഉണ്ട്. അതുമായിട്ട് കുറേ കാക്കാമാരിറങ്ങി, കുറേ ഉസ്താദുമാരിറങ്ങി, ഇവരെ അധിക്ഷേപിച്ചുകൊണ്ടും ഇവർ പറയുന്നത് നുണയാണെന്ന് പറയാനും, ഇവർ ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യമാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇവർ പറയുന്നതല്ല വിഷയം എന്നൊക്കെ പറഞ്ഞോളൂ. ഹൈതമി ഉസ്താദ് വരെ എന്തൊക്കെയോ എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് സ്ത്രീക്കും തുല്യതയുണ്ട്, സ്ത്രീക്ക് പുരുഷനേക്കാൾ കൂടുതൽ അവകാശമുണ്ട് എന്നൊക്കെ സ്ഥാപിച്ചിട്ട് ഇതിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന ഒരവസ്ഥ അതുപോലെ ഇവിടെ ഉണ്ടാകുന്നു. സത്യത്തിൽ എന്താണ് ഇസ്ലാം ഈ വിഷയത്തിൽ പറയുന്നതെന്നുള്ളത് നമുക്ക് ആറ്റിക്കുറുക്കിയെടുത്താൽ എന്താ കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. അത് 7 പോയിൻറ്റ്സ് ആയിട്ട് ഞാനിവിടെ വെക്കുകയാണ്. ഇത് നമുക്ക് അവതരിപ്പിച്ച് തരുന്നത്, അല്ലെങ്കിൽ ഈ പോയിൻറ്റ്സ് ആയിട്ട് തന്നത് അബ്ദുൽ അലി മാഷാണ്. മാഷ നിങ്ങൾക്ക് അറിയാമായിരിക്കും, വളരെ പ്രഗത്ഭനായ ഈ വിഷയത്തിൽ, ഈ പിന്തുടർച്ച അവകാശം സംബന്ധിച്ചിട്ടുള്ള വിഷയത്തിൽ വളരെ മികച്ച ഒരു പുസ്തകം എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. മുസ്ലിം പിന്തുടർച്ച അവകാശം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം തന്നെയുണ്ട്. അതിവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പറയണം. അങ്ങനെ ഒരു പുസ്തകം കൂടി എഴുതിയിട്ടുള്ള ഒരാളാണ്. വളരെ മികച്ച പുസ്തകമാണ്. അത് നമ്മളെ ചാനലിൽ അതിനെക്കുറിച്ചൊരു വീഡിയോ കിടപ്പുണ്ട്, നിങ്ങൾക്കത് കാണാം. അതിനകത്ത് മാഷിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. പുസ്തകം നിങ്ങൾക്ക് ഓർഡർ ചെയ്യേണ്ട അഡ്രസ്സും നമ്പറും ഒക്കെ അതിനകത്തുണ്ട്. ഈ ഒരു സംഗതി പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ആ പുസ്തകം വായിക്കാം, മനസ്സിലാക്കാം. ഏതായാലും നിങ്ങൾക്ക് അതിൽ നിന്ന് ആറ്റിക്കുറുക്കി എടുത്ത സാധനം, പിഴിഞ്ഞെടുത്താൽ കിട്ടുന്ന സാധനമാണ് ഞാനിവിടെ വായിക്കാൻ പോണത്. 1, ആൺമക്കളും പെൺമക്കളും ഉണ്ടായാൽ ആണിൻ്റെ പകുതിയാണ് പെണ്ണിന്. ഓക്കെ, സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. ബാക്കി ഈ കാക്കാമാർ ഉസ്താദന്മാർ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി, കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് വരുന്ന സാധനമൊന്നും നമ്മളിവിടെ പറയുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഈ 7 പോയിൻറ്റ്സ്, ഈ 7 കണക്കുകൾ നമ്മളിവിടെ പറയും, ഇതെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്ന ഏത് ഉസ്താദാണെങ്കിലും അയാളോട് ഇത്രയും ചോദിക്കുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ആൺമക്കളും പെൺമക്കളും ഉണ്ടായാൽ, ഒരു മുസ്ലിം ഫാമിലി, അതിൽ ഉമ്മ, വാപ്പ, ഒരു ആൺകുട്ടി, ഒരു പെൺകുട്ടി, അവരുടെ സ്വത്ത് അവിടെ വിഭജിക്കുന്ന സമയത്ത്, പിന്തുടർച്ചാവകാശം വരുന്ന സമയത്ത് എന്താണ് ഇസ്ലാമിലെ വിധി? ആൺമക്കളും പെൺമക്കളും ഉണ്ടായാൽ ആണിൻ്റെ പകുതിയാണ് പെണ്ണിന്. ഇത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഡെക്കറേഷനൊന്നുമില്ല. അതായത് അവിടെ തുല്യത ഇല്ല. ഓക്കെ, ഇതാണ് BP സൂറ പരിഹരിക്കണമെന്ന് പറയുന്ന ആ പിന്തുടർച്ചാവകാശത്തിലെ പ്രശ്നത്തിൽ ഒരെണ്ണം. രണ്ടാമത്തത്, സഹോദരനും സഹോദരിയും അവകാശികളാകുമ്പോൾ സഹോദരൻ്റെ പകുതിയാണ് സഹോദരിക്ക്. അതായത് 2 സഹോദരങ്ങളായിട്ടുള്ള ആളുകൾ, അത് അവരുടെ അവകാശം ആയിട്ട് വരുന്ന സമയത്ത്, ലഭിക്കുന്ന സമയം വരുമ്പോൾ അതിൽ സഹോദരൻ്റെ പകുതിയാണ് സഹോദരിക്ക്. അപ്പോൾ നിങ്ങൾ ഉസ്താദിനോട് ചോദിക്കുക, ഇങ്ങനെയാണോ ഉസ്താദ് എന്ന് ചോദിക്കുക. ഇത് അല്ല എന്ന് പറയാൻ അവർക്ക് സാധിക്കില്ല. ഇതാണ് BP സൂറ പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിൽ, ഉന്നയിക്കുന്ന വിഷയത്തിലെ രണ്ടാമത്തെ കാരണം. ഇനി 3, ഭാര്യ മരിച്ചാൽ ഭർത്താവിന് കിട്ടുന്നതിൻ്റെ പകുതിയാണ് ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് കിട്ടുന്നത്. കാര്യം വ്യക്തമാണെന്ന് വിചാരിക്കും. ഭാര്യയും ഭർത്താവും ഉണ്ട്, മക്കളുടെ കാര്യം തൽക്കാലം മാറ്റി വെക്കുന്നു. അപ്പോൾ ഭാര്യ മരിച്ചാൽ ഭാര്യയുടെ സ്വത്തിൽ നിന്ന് ഭർത്താവിന് എന്ത് കിട്ടും? അതേപോലെ ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് എന്ത് കിട്ടും? ഇതാണ് അവിടുത്തെ ചോദ്യം വരുന്നത്. പിന്തുടർച്ചാവകാശത്തിൽ വരുന്നതാണ്. അതിലിതാണ് കാര്യം പറയുന്നത്. ഭാര്യ മരിച്ചാൽ ഭർത്താവിന് കിട്ടുന്നതിൻ്റെ പകുതിയാണ്, അതായത് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെയല്ല, ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് കിട്ടുന്നത് എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇതിങ്ങനെയാണോ ഉസ്താദെ നിങ്ങൾ ചോദിക്കുക. 3ാമത്തെ കാരണമാണ് ഈ പറയുന്നത് BP സൂറ ഉന്നയിക്കുന്ന വിഷയത്തിൽ. ഇനി അടുത്തത് 4ാമത്തത്, ബാപ്പയും ഉമ്മയും മാത്രം അവകാശികളായി വരുമ്പോൾ ബാപ്പയുടെ പകുതിയാണ് ഉമ്മക്ക്. ഓക്കെ, ബാപ്പയും ഉമ്മയും മാത്രം അവകാശികളായിട്ട് വരുമ്പോൾ ബാപ്പാക്ക് കിട്ടുന്നതിൻ്റെ പകുതിയാണ് ഉമ്മാക്ക് കിട്ടുക. ഇവരുടെ കൂടെ മരിച്ചവരുടെ സഹോദരികളോ സഹോദരന്മാരോ 2 വിഭാഗം കൂടി ഉണ്ടായിപ്പോയാൽ ബാപ്പയ്ക്ക് 6ൽ 5 ഓഹരി, ഉമ്മയ്ക്ക് 6ൽ 1 ഓഹരി. കാര്യം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. അതായത് വീണ്ടും മരിച്ച ആളുകൾക്ക്, അതായത് ഇവരുടെ കൂടെ മരിച്ചവരുടെ സഹോദരികളോ സഹോദരന്മാരോ 2 വിഭാഗം കൂടി ഉണ്ടായിപ്പോയാൽ, കൂടുതൽ സഹോദരികളൊക്കെ വന്നാൽ ബാപ്പാക്ക് 6ൽ 5 കിട്ടും, ബാക്കി ഉമ്മാടത് പിന്നെയും കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് അവിടെ പറയുന്നത്. ഇനി 5, മകൻ്റെ മകനും മകളുടെ മകനും ഉണ്ടായാൽ മകൻ്റെ മകന് മാത്രം അവകാശം. ഓക്കെ, അതായത് ഇവിടെ ഇതൊരു വലിയൊരു പോയിൻ്റാണ്. അതായത് സാധാരണ പറയാറുണ്ട് എന്തുകൊണ്ട് ആണിന് കൂടുതൽ എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് ആണാണ് കുടുംബം നോക്കുന്നതെന്നാണ് ഇവർ പറയുക. അതുകൊണ്ടാണ് ഞങ്ങൾ ആണിന് സ്വത്തവകാശം കൂടുതൽ കൊടുത്തതെന്ന് പറയാം. ഇതേ മകൻ്റെ മകനും മകളുടെ മകനും 2 ആണുങ്ങളാണ്. പക്ഷേ 2 പേരും കുടുംബം നോക്കുന്ന ആളുകളാണല്ലോ. 2 മകനാണ്, 2 ആണാണ്.
പക്ഷെ മകൻ്റെ മകന് മാത്രമാണ് അവകാശം കിട്ടുക, മകളുടെ മകന് അവകാശമില്ല. അപ്പോൾ എന്താ, മകളുടെ മകൻ കുടുംബം നോക്കണ്ടേ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇത് ശരിയാണോ ഉസ്താദെ? നിങ്ങൾ പോയി ചോദിക്കുക, വിശ്വാസികൾ ചോദിക്കുക. ഇതാണ് നമ്മളിവിടെ പറയുന്നത്. BP സുഹറ ഉന്നയിച്ച വിഷയത്തിൽ 5ാമത്തെ പോയിന്റ് ഇതാണ്. മകൻ്റെ മകനും മകളുടെ മകനും ഉണ്ടായാൽ മകൻ്റെ മകന് മാത്രം അവകാശം. ഓക്കെ, നോട്ട് ദ പോയിന്റ്. ഇനി 6, മകൻ്റെ മകളും മകളുടെ മകളും ഉണ്ടായാൽ അവകാശം മകൻ്റെ മകൾക്ക് മാത്രം, മകളുടെ മകൾക്ക് ഒന്നുമില്ല. ഓക്കെ, നോട്ട് ദ പോയിന്റ്. നേരത്തെ ഞാൻ പറഞ്ഞു കുടുംബം നോക്കുന്നതിൻ്റെ കാര്യമാണ്. ഇനി ഇവിടെ വരുന്നത് എന്താണ്, മരിച്ചുപോയ മകൻ, ഓക്കെ, അവളുടെ മകൾക്കും അതുപോലെ തന്നെ മകളും ഉണ്ടായാൽ അതുപോലെ മകളുടെ മകളും ഉണ്ടാവുക. അപ്പം മകൻ്റെ മകളും മകളുടെ മകളും അവർ രണ്ടുപേരും അവശേഷിക്കുന്നത് പെണ്ണുങ്ങളാണ്, പെൺകുട്ടികളാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ മകൻ്റെ മകൾക്ക് മാത്രമാണ് അവകാശമുള്ളൂ, മകളുടെ മകൾക്ക് അവകാശമില്ല. നോട്ട് ദ പോയിന്റ്. അപ്പം നിങ്ങൾ പറയൂ ഇവിടെ എവിടെയാണ് തുല്യത? അപ്പം മരിച്ച ആൾ ഇത് ആരാണ് മരിച്ചത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് ഇവിടെ കാര്യങ്ങൾ വരുന്നത്, അല്ലാതെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ സംഗതികൾ നോക്കിയിട്ടല്ല എന്നും കൂടിയാണ് ഇവിടെ കാണുന്നത്. ഇനി അടുത്തത് ഇവിടെ കാണാം. ഒരു മകളാണ് സന്താനമെങ്കിൽ മകൾക്ക് പകുതി മാത്രം. ഓക്കെ, ഒരു മകനാണ് സന്താനമായി ഉണ്ടാകുന്നതെങ്കിൽ മുഴുവനും മകന്. ഇതാണ് നമുക്കിവിടെ കിട്ടുന്നത്. കാര്യം വ്യക്തമാണെന്ന് വിചാരിക്കുന്നത്. ഒരു മകളാണ് സന്താനമെങ്കിൽ മകൾക്ക് പകുതി മാത്രം, ഒരു മകനാണ് സന്താനമായി ഉണ്ടാകുന്നതെങ്കിൽ മുഴുവനും മകന് കിട്ടും. ഈ പിന്തുടർച്ചാവകാശത്തിലെ ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ളൊരു സാധനമാണിത്. അതായത് ഒരുപാട് മുസ്ലിം സ്ത്രീകൾ മതം വിടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണിത്. കാരണം ഇത് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മകളുള്ള ബാപ്പമാരെന്ത് ചെയ്യും? ഇപ്പം നമ്മളുടെ ഷുക്കൂർ വക്കീൽ ഈ കല്യാണം രണ്ടാമത് കഴിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ ഉണ്ടെന്നും നമ്മൾ കാണുന്നു. രജിസ്റ്റർ ഓഫീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ രണ്ടാമത് കല്യാണം കഴിക്കുന്ന മുസ്ലിം ഫാമിലീസിൻ്റെ എണ്ണം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാണാൻ പറ്റും. അതായത് ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ഭാര്യയെ വീണ്ടും കല്യാണം കഴിക്കുക, സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം. അതാണ് അവിടെ നടക്കുന്നത്. അതൊരു കുറുക്ക് വഴിയാണ് ഈ പറയുന്ന പ്രശ്നത്തെ മറികടക്കാൻ വേണ്ടിയിട്ട്. എന്താണ് അതിൻ്റെ കാരണം? ഇപ്പോൾ ഷുക്കൂർ വക്കീലിനെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ പെൺമക്കളാണ്. അങ്ങനെ ഉണ്ടാവുമ്പോൾ ഷുക്കൂർ വക്കീലിൻ്റെ ശേഷം ഈ സ്വത്ത് മുഴുവൻ പെൺമക്കൾക്ക് തുല്യമായിട്ട് വീതിച്ചു കൊടുക്കില്ല. കാരണം അതിൻ്റെ അവകാശത്തിൽ ഒരു പങ്ക്, വലിയൊരു പങ്ക് അത് ഷുക്കൂർ വക്കീലിൻ്റെ സഹോദരന്മാർക്കും ബാപ്പാക്കും മറ്റുള്ള ആളുകൾക്കൊക്കെ പോവുള്ളൂ. ബാക്കി മാത്രമാണ് പെൺകുട്ടികൾക്ക് കിട്ടുക. കാരണം എന്താണ്, എല്ലാം പെൺകുട്ടികളാണെന്ന് മാത്രം. എന്ന് വെച്ചാൽ 4 പെൺകുട്ടികളെ വിടുക, ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെ ആവുമ്പോൾ ആ പെൺകുട്ടിക്ക് ഇതിൻ്റെ പകുതി മാത്രമേ കിട്ടുള്ളൂ. ബാക്കിയുള്ളത് ബാക്കി ഈ മരിച്ചുപോയ ആളുടെ ബാക്കി സഹോദരങ്ങളും ബാക്കിയുള്ള ആളുകളും കൂടി വീതിച്ചെടുക്കും. ഇതാണ് ഉണ്ടാവുക. അങ്ങനെ വീതിച്ചെടുക്കുന്ന സമയത്ത് സഹോദരിക്ക് എത്ര കിട്ടും എന്നൊക്കെ ഉള്ളതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. അത് വേറെ വിഷയമാണ്, അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്. ഈ മരിച്ച ആൾക്ക് ഒരു മകളാണെന്നുണ്ടെങ്കിൽ ആ മകൾക്ക് മുഴുവൻ സ്വത്ത് കിട്ടില്ല. അതായത് ഇപ്പം എനിക്ക് ഒരു മകളാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്വത്ത് സ്വാഭാവികമായിട്ടും അത് മുഴുവനും പോകേണ്ടത് ആർക്കാണ്? ആ മകൾക്കാണ് പോകേണ്ടത്. പക്ഷേ മുസ്ലിം പിന്തുടർച്ചാവകാശത്തിൽ അത് മകൾക്ക് പോകില്ല, അത് കുറച്ച് വേറെ നാട്ടുകാർ കൊണ്ടുപോകും. ഇനി ഒരു മകൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലോ അപ്പോൾ അവന് മുഴുവനായിട്ട് കിട്ടുകയും ചെയ്യും. ഇതാണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ പറയുന്ന ഒരു റീസൺ നേരത്തെ പറഞ്ഞതൊന്ന് എടുത്തു വെച്ച് നോക്കാം. കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഉള്ളതല്ലേ ഇവിടെ പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും നേരത്തെ നമ്മൾ പറഞ്ഞു, അതായത് മകൻ്റെ മകനും മകളുടെ മകനും ഉണ്ടെന്നുണ്ടെങ്കിൽ കുടുംബം നോക്കാൻ രണ്ടുപേരും മകന് ബാധ്യതയുണ്ട്. പക്ഷേ മകളുടെ മകന് സ്വത്തവകാശം ഇല്ല എന്നാണ് ഈ പറഞ്ഞു വെക്കുന്നത്. ഇതാണ് ഇസ്ലാമിലെ പിന്തുടർച്ചാവകാശത്തിൻ്റെ പ്രശ്നം. അപ്പോൾ നിങ്ങൾ ചോദിക്കുക ഇതിങ്ങനെ ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കാം. ഇനി അടുത്തത്, മകളുടെ മകനും ബാപ്പയുടെ പിതാവിലൊത്ത സഹോദരൻ്റെ മകനുമാണ് ഉള്ളതെങ്കിൽ മകളുടെ മകന് ഒന്നുമില്ല, സ്വത്ത് ബാപ്പയുടെ പിതാവിലൊത്ത സഹോദരൻ്റെ മകന് മാത്രം. നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. ഏതായാലും ഇതാണ് ഇസ്ലാമിലെ അവസ്ഥ. ഇതാണ് BP സുഹറ അഡ്രസ്സ് ചെയ്യുന്ന വിഷയത്തിൻ്റെ അവസ്ഥ. ഇതാണ് പരിഹരിക്കാൻ വേണ്ടി ഇവിടെ മെനക്കെടുന്ന ആ പിന്തുടർച്ചാവകാശത്തിൻ്റെ നിയമത്തിൻ്റെ ഒരു അവസ്ഥ. ഇതാണ് നമ്മൾ പരിഹരിക്കണമെന്ന് പറയുന്നത്. ഇത് പരിഹരിച്ചാൽ ഇതിനെതിരെ ഇസ്ലാമിൽ ഒരു കുറവുമില്ല എന്ന് പറയുന്ന ഇവിടുത്തെ ആളുകൾക്ക് പോലും ഇതിൻ്റെ ഗുണം കിട്ടും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എന്നും കൂടിയാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരാളുടെ മകളുടെ മകനാണെന്നുണ്ടെങ്കിൽ ആ മകനും സ്വത്തവകാശം കിട്ടുന്നതിന് പോലും, അതായത് സ്ത്രീക്ക് വേണ്ടി മാത്രമല്ല ഇത് വരിക. ഇത് ഈ പിന്തുടർച്ചാവകാശം ഇങ്ങനെ ശരിയാക്കി വന്നു കഴിഞ്ഞാൽ മകളുടെ മകന് പോലും ഗുണമുണ്ട് എന്നും കൂടിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇത് എത്രത്തോളം പിന്തിരിപ്പനാണ് ഇസ്ലാമിലെ ഈ പറയുന്ന വിഷയം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഇത് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവിടെ ചില വാദങ്ങൾ വരും. നമ്മൾ ഒരെണ്ണം ഞാനിവിടെ പറഞ്ഞു, കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ് പുരുഷന് കൂടുതൽ. അതിൻ്റെ പൊള്ളത്തരം ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞു. രണ്ടാമത്തെ ഇവർ പറയാറുള്ളത്, ഇപ്പോൾ ഈ കാക്കാമാർ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്ന ആ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവർ പറയുന്നത് അതായത് സ്ത്രീ വളരെ വലിയ തോതിൽ കുഴിച്ചു മൂടപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒന്നുമില്ലാതിരുന്ന സമയത്ത് പകുതി ഞങ്ങൾ കൊടുത്തു,
പകുതിയെങ്കിലും ഞങ്ങൾ കൊടുക്കുന്നില്ലേ എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒന്നുമില്ലാത്ത ഒരു കാലത്ത് പകുതി കൊടുത്തു, അതും വെച്ചുകൊണ്ട് അവിടെ ഇരുന്നാൽ മതി എന്നാണ് സത്യത്തിൽ ആ പറഞ്ഞു വെക്കുന്നത്. ഇന്ന് നമ്മൾ പറയുന്നത് എന്താണ്? ആധുനിക ലോകം പറയുന്നത് എന്താണ്? തുല്യമായിട്ട് കൊടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ പകുതി കൊടുക്കണം എന്ന് പറയുന്നതാണോ നീതി? പകുതി കൊടുക്കണമെന്ന് പറയുന്നതാണോ മോറലി സുപ്പീരിയർ? അതോ തുല്യമായിട്ട് കൊടുക്കണമെന്ന് പറയുന്നതാണോ മോറലി സുപ്പീരിയർ? തീർച്ചയായിട്ടും തുല്യ അവകാശം കൊടുക്കണമെന്ന് പറയുന്നതാണ് മോറലി സുപ്പീരിയർ. അപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നു ഇസ്ലാം മോറലി ഭയങ്കര സാധനമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ വാദിക്കുകയല്ലേ, ഒന്നുമില്ലാത്ത കാലത്ത് പകുതിയെങ്കിലും ഞങ്ങൾ കൊടുക്കാൻ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് തുല്യമായിട്ട് കൊടുക്കണം എന്ന് പറയുന്നൊരു കാലഘട്ടത്തിൽ ഇരുന്നാണ് എന്ന് പറയുമ്പോൾ തൽക്കാലം നിങ്ങൾ പകുതി എടുത്താൽ മതി എന്നല്ലേ പറഞ്ഞു വെക്കുന്നത്. ഇതാണ് ഇസ്ലാമിൻ്റെ കുഴപ്പം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തുല്യമായിട്ട് വേണമെന്ന് പറയുന്ന ഒരു മോറലി സുപ്പീരിയറായിട്ട് നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ പകുതി മതി, അതിന് മേന്മയുണ്ടെന്ന് വാദിക്കുമ്പോൾ സത്യത്തിൽ നിങ്ങളുടെ ആ നില അത് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നടത്തുന്ന ഒരു കുൽസിത ശ്രമം, ഒരു ന്യായീകരണ ഫാക്ടറി മാത്രമാണെന്നേ അവിടെ വരുന്നുള്ളൂ. പകുതിയെങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്ത്രീയെ വായടപ്പിക്കാനാണ് അവിടെ ശ്രമിക്കുന്നത് എന്നതാണ് നമുക്കിവിടെ പറഞ്ഞു വെക്കാനുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഈ പൊട്ടിപ്പൊളിഞ്ഞ വാദത്തിൻ്റെ ഒരു കുഴപ്പം. പിന്നെ അതേപോലെ ചില ആളുകൾ പറയാറുണ്ട്, ഇപ്പോൾ ഒരു TV ചർച്ചയിൽ പറഞ്ഞു ഞങ്ങൾ വിവാഹ സമയത്ത് കൊടുക്കുമെന്ന്. വിവാഹ സമയത്ത് കൊടുക്കുന്ന സാധനത്തെക്കുറിച്ചല്ല നമ്മളിവിടെ പറയുന്നത്. അത് സ്ത്രീധനം എന്ന് പറയുന്നത് അത് നമ്മൾ തള്ളിക്കളഞ്ഞൊരു വിഷയമാണ്. അതിനെക്കുറിച്ച് നമ്മളിവിടെ നിയമം വരെ ഉണ്ട്, പാടില്ല എന്നുള്ള നിയമം വരെ ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ഈ തുല്യമായ ഒരു അവകാശത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്ന വേളയിൽ സ്ത്രീധനത്തെ പോലും പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളായിട്ട് മാറുകയാണ്. അതായത് അല്ലാത്തപ്പോൾ മുഴുവൻ പറയും ഇസ്ലാമിൽ സ്ത്രീധനമില്ല, ഞങ്ങൾ ഇവിടെ മഹർ മാത്രമാണ്, യോനിക്കൂലി മാത്രമേ ഞങ്ങൾ കൊടുക്കാറുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഈ വിഷയം വരുന്ന സമയത്ത് പറയും ഞങ്ങൾ സ്ത്രീകൾക്ക് വിവാഹ സമയത്ത് കൊടുക്കുമെന്ന്. അപ്പോൾ നിങ്ങൾ മഹറിൻ്റെ കാര്യം അപ്പോൾ അവിടെ എന്തേ ഉണ്ടാത്തത്? മഹർ പുരുഷനല്ലേ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ തരാതരം നോക്കിയിട്ട് ഈ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നിങ്ങളെ നില ഭദ്രമാക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ ഒരു വശത്ത് ഒപ്പിച്ചിങ്ങനെ വരുമ്പോൾ വേറെ വശം പൊളിഞ്ഞിടിഞ്ഞ് വീഴുകയാണ്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് നിങ്ങളൊന്ന് തിരിച്ചറിയുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ഇവിടെ ചില തമാശകളൊക്കെ ഉണ്ട്, അത് നമുക്ക് ഈ വീഡിയോ കട്ട് ചെയ്തിടുമ്പോൾ നമുക്ക് ഇടാം. നമ്മളെ ബാസിൽ ഒരിക്കൽ ഉണ്ണാക്കൻസ് അസോസിയേഷൻ്റെ മുതലാളിയായിട്ടുള്ള ബാസിൽ ഇസ്ലാമിൽ ഭയങ്കരമായ തുല്യതയുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരു കണക്ക് പറയുന്നുണ്ട്. ആ കണക്ക് കൂട്ടി വരുമ്പോൾ ആ കണക്ക് തെറ്റാണ്, പൊട്ടക്കണക്കാണ്, പടച്ചോന് കണക്ക് പോലും അറിയില്ല എന്നും കൂടി വരുന്നൊരു വീഡിയോ ഉണ്ട്, അത് നമുക്കിവിടെ കാണാം. അപ്പോൾ ഞാൻ പറയുന്നു ഇത്തരത്തിലുള്ള പൊട്ടിപ്പൊളിഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് ഇത് കണക്ക് പോലും അറിയാത്തൊരു പടച്ചോൻ്റെ ഒരു വിഷയം എടുത്തു വെച്ചിട്ടൊക്കെയാണ് ഇവിടെ ഇതിന് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വിശ്വാസികൾ ശ്രമിക്കുന്നത്. ഇതെല്ലാം സത്യത്തിൽ ഇസ്ലാമിൻ്റെ കുഴി തോണ്ടുകയാണ്. മുസ്ലിം സ്ത്രീകൾക്ക് ഇതിനെക്കുറിച്ച് അവഗാഹം വന്നു കഴിഞ്ഞാൽ ഇസ്ലാമിൻ്റെ കഥ ഇവിടെ ഇവിടെ കീറുമെന്നുള്ളതും കൂടിയാണ് എനിക്കിവിടെ പറയാനുള്ളത്. അപ്പോൾ ഇവിടെ കുരു പൊട്ടിക്കുന്ന ആളുകളോട്, സ്ത്രീകളോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ ഇതിനെ ഡിഫെൻഡ് ചെയ്ത് VP സൂറനെ തെറി വിളിച്ചുകൊണ്ട് നടന്നാലൊന്നും നടക്കാൻ പോകുന്നില്ല. ഇനി VP സൂറനെ തെറി വിളിക്കുന്ന ആളുകൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് തുടക്കത്തിൽ പറഞ്ഞു എന്നാലും ആവർത്തിക്കുകയാണ്, മതത്തിനകത്ത് നിന്ന് നിങ്ങൾക്ക് വിമർശിച്ചുകൂടെ? നിങ്ങൾ എന്തിനാണ് എക്സ് മുസ്ലിം എന്നൊക്കെ വിട്ട് നടക്കണമെന്നാണ് നിങ്ങൾ ചോദിക്കാറ്. VP സൂറ എക്സ് മുസ്ലിം ഒന്നുമല്ല, അവരിപ്പോഴും നല്ല വിശ്വാസിയാണ്, നോമ്പെടുത്ത് നടക്കുന്ന ഒരാളാണെന്നാണ് അവർ തന്നെ പറയാറുള്ളത്. മീൻസ് അവർ എല്ലാ വിശ്വാസിനിയായിട്ടാണ് അവിടെ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളൊരു അകത്തു നിന്നൊരു കാര്യം പറയുമ്പോൾ വിശ്വാസികൾ അവരോടൊപ്പമല്ലേ നിൽക്കേണ്ടത്? നമ്മളോടൊപ്പം നിങ്ങളേതായാലും നിൽക്കുന്നില്ല, വേണ്ട, നമ്മൾ ആവശ്യപ്പെടണമില്ല. നിങ്ങൾക്ക് ഈ ചേകനൂർ മൗലവിയെ പോലെ അകത്തു നിന്ന് വിമർശിച്ച ഒരാളെ ഈ കൊന്നു തള്ളാൻ വേണ്ടി നടക്കുന്നതിന് പകരം ഇങ്ങനെ അകത്തു നിന്ന് വിമർശിക്കുന്ന ആളുകൾക്ക് ഒരു സപ്പോർട്ടൊക്കെ കൊടുത്തുകൂടെ? അങ്ങനെ കൊടുക്കേണ്ട ഒരു ബാധ്യത ഇവിടുത്തെ മാധ്യമങ്ങൾക്കില്ലേ? എന്താണ് നിങ്ങളത് ചെയ്യാത്തത്? അപ്പം അകത്തു നിന്ന് വിമർശിക്കുന്ന ആളുകളെ ഇസ്ലാമോഫോബിക്കാണെന്നും ആ മതത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എതിർക്കും. പുറത്തുനിന്ന് വിമർശിക്കുന്ന ആളുകളെയും നിങ്ങൾ സംഘീയുടെ പാളത്തിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് അതിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾ ഒതുക്കാൻ നോക്കും. ആ പരിപ്പ് ഇവിടെ ഇനി വേവില്ല എന്നാണ് ഈ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും എടുക്കില്ല. നമ്മളിതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മളെ എതിർക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും VP സുഹറയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് വിശ്വാസികളൊരു ബാധ്യതയായിട്ട് മാറും. നിങ്ങൾ ഇനിയിപ്പോൾ പച്ചയ്ക്ക് പുറത്ത് വന്നിട്ട് നിങ്ങൾ തെറിയൊക്കെ വിളിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ VP സുഹറയ്ക്ക് നന്ദി പറയുന്ന ആളുകളും കൂടിയായി മാറും ഒരു കാലം കഴിയുമ്പോൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ വീണ്ടും VP സുഹറയ്ക്ക് ഈ ഒരു വിഷയത്തിൽ ഒരു അഭിവാദ്യം ഞാനിവിടെ അറിയിക്കുകയാണ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.